ലോകത്തിലെ ഏറ്റവും സൗമ്യനായ ജഡ്ജ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഫ്രാങ്ക് കാപ്രിയോയെ ലോകം അങ്ങനെയാണ് വിളിച്ചിരുന്നത്. 88-ാം വയസ്സിൽ പാൻക്രിയാറ്റിക് ക്യാൻസറിനോട് ധീരമായി പോരാടി അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. കോട്ട് ഇൻ പ്രൊവിഡൻസ് എന്ന TV ഷോയിലൂടെ ലോകമെമ്പാടും കോടിക്കണക്കിന് ഹൃദയങ്ങൾ കീഴടക്കിയ ഈ ജഡ്ജിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കോടതികളിൽ ജഡ്ജിമാർ പൊതുവെ കാർക്കശ്യക്കാരാണ്. മുഖം നോക്കാതെ വിധി പറയുമ്പോഴാണ് ജഡ്ജ് എന്ന സ്ഥാനത്തിനോട് ഒരാൾക്ക് നീതി കാണിക്കാനാവുക. എന്നാൽ നിയമത്തിൻ്റെ കർക്കശതയിൽ മനുഷ്യത്വത്തിൻ്റെ മുഖം കാണിച്ച ന്യായാധിപൻ അതായിരുന്നു ഫ്രാങ്ക് കാപ്രിയോ. എന്താണ് അദ്ദേഹത്തെ ഇത്ര പ്രിയങ്കരനാക്കിയത്? അതറിയണമെങ്കിൽ നമ്മുടെയൊക്കെ വാളുകളിൽ ഇടയ്ക്കിടെ കയറി വരാറുള്ള കോട്ട് ഇൻ പ്രൊവിഡൻസിലെ ചില ദൃശ്യങ്ങൾ മാത്രം കണ്ടാൽ മതി. 1936 നവംബർ 24-ന് അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ പ്രൊവിഡൻസ് നഗരത്തിലാണ് ഫ്രാങ്ക് കാപ്രിയോ ജനിക്കുന്നത്. ഇറ്റാലിയൻ കുടിയേറ്റക്കാരായ മാതാപിതാക്കളുടെ മകനായാണ് ജനനം. പിതാവ് ഒരു സാധാരണ പാൽ വിതരണക്കാരനായിരുന്നു. ദാരിദ്ര്യത്തിനിടയിലാണ് ഫ്രാങ്ക് വളർന്നത്. പക്ഷേ അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞത് പ്രകാരം ദാരിദ്ര്യത്തിൽ വളർന്നതിൻ്റെ സവിശേഷതകൾ തനിക്കുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു. മറ്റുള്ളവരോട് കരുണ കാണിക്കണം, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ നൽകിയ ഉപദേശം. പ്രൊവിഡൻസ് പബ്ലിക് സ്കൂളിൽ പഠിച്ച ഫ്രാങ്ക് കാപ്രിയോ ഡിഷ് വാഷറായും ഷൂ ഷൈനറായും എല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. 1953-ൽ റെസ്ലിംഗിൽ സംസ്ഥാന ചാമ്പ്യനാണ്. 1958-ൽ പ്രൊവിഡൻസ് കോളേജിൽ നിന്ന് ബിരുദം നേടി. ബോസ്റ്റണിലെ സഫോൾക്ക് യൂണിവേഴ്സിറ്റി ലോ സ്കൂളിൽ നിന്ന് 1965-ൽ നിയമബിരുദവും അദ്ദേഹം കരസ്ഥമാക്കി. പിന്നീട് 1962-ലാണ് പ്രൊവിഡൻസ് സിറ്റി കൗൺസിലിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. 1985-ൽ പ്രൊവിഡൻസ് മുനിസിപ്പൽ കോടതിയിൽ ജഡ്ജായി നിയമിതനായി. ഇവിടെ തുടങ്ങുകയാണ് ലോകം ഏറ്റവും സൗമ്യനായ ജഡ്ജ് എന്ന് വിളിച്ച ഫ്രാങ്ക് കാപ്രിയോയുടെ ആ ഒരു യാത്ര. കോട്ട് ഇൻ പ്രൊവിഡൻസ് ഒരു വ്യത്യസ്ത കോടതിയായിരുന്നു. കോട്ട് ഇൻ പ്രൊവിഡൻസിലെ ഐക്കണിക് ക്ലിപ്പുകൾ ഇപ്പോഴും യൂട്യൂബിൽ നമുക്കൊക്കെ ലഭ്യമാണ്. ഫ്രാങ്ക് കാപ്രിയോയെ ലോക പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ ഈ കോടതി മുറി തന്നെയാണ്. കോട്ട് ഇൻ പ്രൊവിഡൻസ് എന്ന TV ഷോയിലൂടെ ഈ രംഗങ്ങൾ 20 വർഷത്തിലധികം പ്രാദേശിക TVയിൽ സംപ്രേഷണം ചെയ്തു. 2000-ൽ ABC-യിൽ, 2018-ൽ ഡെമ്മർ മെർക്കുറി സിൻഡിക്കേഷനിൽ എല്ലായിടത്തും ഇത് പ്രക്ഷേപണം ചെയ്തു. 96 വയസ്സുള്ള വിക്ടർ കൊലേലയുടെ കേസ്, ഒറ്റക്ക് കുട്ടിയെ വളർത്തുന്ന അമ്മയോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ, കുട്ടികളെ തൻ്റെ ബെഞ്ചിലേക്ക് ക്ഷണിച്ച് അവരോട് കരുണയോടെ സംസാരിക്കുന്ന രംഗങ്ങൾ എല്ലാം ലോകം വളരെ കൗതുകത്തോടെയാണ് കണ്ടത്. ഫ്രാങ്കിൻ്റെ കോടതി മറ്റു TV ജഡ്ജിമാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. കർക്കശമായ വിധിന്യായങ്ങളോ ഉച്ചത്തിലുള്ള വാദപ്രതിവാദങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല തന്നെ. പകരം അവിടെ ഉണ്ടായിരുന്നത് മനുഷ്യത്വവും കരുണയും മാത്രമായിരുന്നു. സ്കൂൾ സോണിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന് 96 വയസ്സുള്ള വീക്കർ കൊലല്ല എന്ന വ്യക്തി കോടതിയിലെത്തി. ഞാൻ പതുക്കെ മാത്രമേ ഓടിക്കാറുള്ളൂ. എൻ്റെ 63 വയസ്സുള്ള മകന് ക്യാൻസർ ബാധിച്ച ആ മകന് ബ്ലഡ് ടെസ്റ്റിന് കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ഓടിച്ചതെന്ന് വിക്ടർ ജഡ്ജിയോട് പറഞ്ഞു. അതോടെ കോടതി നിശബ്ദമായി. ഫ്രാങ്ക് വികാരാധീനനായി. കേസ് റദ്ദാക്കി. വിക്ടറിനെ തൻ്റെ കുടുംബത്തോടുള്ള സമർപ്പണം അസാധാരണമാണെന്ന് പറഞ്ഞ് കാപ്രിയോ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഒറ്റയ്ക്ക് കുട്ടിയെ വളർത്തുന്ന ഒരമ്മ $350 പാർക്കിംഗ് ടിക്കറ്റ് അടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഫ്രാങ്ക് ആ ഫൈൻ $125 കുറച്ചു കൊടുത്തു. ആ അമ്മ കണ്ണീര് തുടച്ചുകൊണ്ട് ഫ്രാങ്കിനെ കെട്ടിപ്പിടിച്ചു. ഫ്രാങ്ക് കാപ്രിയോയുടെ കോടതി ഒരു വിധിന്യായ സ്ഥലം മാത്രമായിരുന്നില്ല, അത് മനുഷ്യത്വത്തിൻ്റെ ഒരു കണ്ണാടി കൂടിയായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ മുന്നിലുള്ള വ്യക്തിയുടെ സ്ഥാനത്ത് എന്നെ സ്വയം സങ്കല്പിക്കും. ഇതാണ് ഫ്രാങ്ക് പറഞ്ഞിരുന്നത്. കുട്ടികളോട് പ്രത്യേക ശ്രദ്ധ കാണിച്ചു. പലപ്പോഴും പ്രതികളൊക്കെ കുട്ടികളുമായി വരുമ്പോൾ ഫ്രാങ്ക് ആ കുട്ടികളെ തൻ്റെ ബെഞ്ചിലേക്ക് ക്ഷണിക്കും. നിൻ്റെ സ്കൂൾ ഏതാണ്? വലുതാകുമ്പോൾ നിനക്ക് എന്താകണം? ഇങ്ങനെയൊക്കെ ചോദിക്കും. 2017-ലെ ഒരു ഡെയിലി മെയിൽ അഭിമുഖത്തിൽ ഫ്രാങ്ക് പറഞ്ഞത്, ഒരാളെ കുറ്റം ചുമത്തിയത് കൊണ്ട് മാത്രം അയാളെ കുറ്റക്കാരനായി കണക്കാക്കാൻ കഴിയില്ല, അവരുടെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കണമെന്നാണ്. ഈ പരസ്പരം സാഹചര്യം മനസ്സിലാക്കിയുള്ള സമീപനം അദ്ദേഹത്തെ ഒരു ജഡ്ജിയേക്കാൾ ഉപരിയായി ഒരു മാതൃകാ മനുഷ്യനാക്കിയാണ് ലോകം കണ്ടത്. 2025-ൽ കമ്പാഷൻ ഇൻ ദ കോർട്ട്, ലൈഫ് ചേഞ്ചിങ് സ്റ്റോറീസ് ഫ്രം അമേരിക്കാസ് നൈസസ്റ്റ് ജഡ്ജ് എന്നൊരു പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിത പാഠങ്ങൾ വിവരിക്കുന്നുണ്ട്. ഫ്രാങ്ക് കാപ്രിയോ എന്ന ലോകത്തിലെ ഏറ്റവും സൗമ്യനായ ജഡ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിദേശ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ വന്ന് കേസുകളിൽപ്പെട്ടവരെ വളരെ സൗമ്യതയോടുകൂടി നേരിടുന്ന രീതിയായിരുന്നു. കുടിയേറ്റക്കാരോടും അന്യദേശക്കാരോടും വൈരം പുലർത്തുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ നാട്ടിൽ നിന്ന് അവരെ എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന ഒരു സൗമ്യനായ മനുഷ്യൻ്റെ വിധിന്യായങ്ങൾ വരുന്നതാണ്. അതാണ് ഏറെ കൗതുകം. അതാണ്
ഫ്രാങ്ക് കാപ്രിയോയെ വ്യത്യസ്തനാക്കിയതും.